ചെല്ലാനത്ത് പുലർച്ചെയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. 5 വീടുകൾ പൂർണ്ണമായും തകർന്നു. വെളുപ്പിന് 1:18 ആണ് തീരദേശ മേഖലയിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചതോടെ കടൽക്ഷോഭത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു വരികയായിരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ് ഈ അപ്രതീക്ഷിത ചുഴലിക്കാറ്റ് ഇപ്പോൾ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്. കണ്ടക്കടവ് കാർത്യാനി അമ്പലത്തിന് പടിഞ്ഞാറ് വശത്ത് മാർച്ച് 12 പുലർച്ചെ 1:18 ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. ഷിബു പൊള്ളയിൽ, ടോണി പുളിയമ്പള്ളി, മെയ്ബി ക്ലാരൻസ്, ബിനു കല്ലുവീട്ടിൽ, ജോബൻ കൈതവളപ്പിൽ എന്നിവരുടെ വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. നിരവധി വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. അതെ, ഞാനും വൈഫും കൂടി ഇതിനകത്ത് കിടന്ന് ഉറങ്ങായിരുന്നു. പെട്ടെന്നൊരു 1:20 ആയപ്പോഴേക്കും ഭയങ്കര സൗണ്ട് കേട്ട് ചാടി കഴിഞ്ഞിട്ട് കൊച്ചിനെ എടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഓടുകയല്ല, എൻ്റെ കയ്യിലേക്ക് ഒരു ഓട് കഷ്ണം വന്ന് വീഴുകയും ചെയ്തു. പിള്ളേരെയും വൈഫിനെയൊക്കെ ആയിട്ട് ആ ഡോർ തുറന്നിട്ട് എന്താണെന്ന് പുറത്ത് നടക്കണമെന്നൊരു സംഭവം മനസ്സിലാവുന്നില്ല. പിന്നെ കൊച്ചിനെ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഈ വീടിൻ്റെ മേലുള്ള ഷീറ്റും മോഡും എല്ലാം കംപ്ലീറ്റ് പറന്ന് ടെട്രോപ്പേൻ്റെ മേളിലേക്ക് പോയി. അപ്പോഴത്തേക്കും കാറ്റ് നിസ്സാര ടൈമേ കാറ്റുണ്ടായിരുന്നു. അധികം നേരം ഇതൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ കിടക്കില്ലാണ്ടായിരിക്കും. അർദ്ധരാത്രിയിൽ വീശിയ ശക്തമായ കാറ്റിൽ നാട്ടുകാർ പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി. ഇരുട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിച്ചതിനെ തുടർന്ന് ഇവിടെ സുരക്ഷിതമായി താമസിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ് ഈ ചുഴലിക്കാറ്റ് ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്. അടുക്കളയും കിടപ്പുമുറിയും എല്ലാം തകർന്നതിനാൽ ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുവാനോ ഉറങ്ങുവാനോ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കാറ്റുമഴയുടെ ഒരു സമയമല്ലല്ലോ ഇത്. റഫ് സീസണാണ് കളിക്കുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് റഫ് സീസൺ വരാറുള്ളത്. പക്ഷെ ഇങ്ങനൊരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മുന്നറിയിപ്പ് നമുക്ക് ഒരിടത്തും കിട്ടിയിട്ടില്ല. നമ്മൾ ആദ്യ ഉദ്ദേശം മഴയാണെന്നുള്ള ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. പിന്നെ വീടിൻ്റെ ഗ്ലാസ്സുകൾ പൊട്ടണം, ചില്ലുകളെല്ലാം പൊട്ടുന്നത്, അവിടെ ഇടിഞ്ഞു വീണ ശ്രദ്ധ, അങ്ങനെയൊക്കെയായിട്ടാണ് നമ്മുടെ റൂമിൽ നിന്ന് ഞാനും ഭാര്യയെ പുറത്തേക്ക് ഇറങ്ങിയത്. അപകടത്തിൽ ആർക്കും പരിക്കുകളോ ജീവഹാനിയോ ഉണ്ടായിട്ടില്ല. സാധാരണയായി വർഷകാലങ്ങളിൽ കടൽക്ഷോഭവും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. സംഭവത്തെ തുടർന്ന് പോലീസിനെയും ദുരന്ത നിവാരണ സേനയെയും വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.